ഇപ്പോൾ അടിയന്തരമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. KRFB PMU പ്രൊജക്ട് ഡയറക്ടർ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. കിഫ്ബി ഫണ്ടായതുകൊണ്ട് KRFB ആണ് ഇതിൻ്റെ വർക്ക് നടത്തുന്നത്. റിപ്പോർട്ട് ലഭിച്ച് അതിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, ആവർത്തിക്കുന്നില്ല, അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സന്ധ്യം ചെയ്യാത്ത നിലപാടായിരിക്കും എടുക്കുക. കർക്കശ നിലപാട് ഇല്ല, അത് റിപ്പോർട്ട് തരാതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല. ആലപ്പുഴയിൽ ഇതുപോലെ റിപ്പോർട്ട് പ്രവർത്തിക്കിടെ കിട്ടിയ ഉടനെ തന്നെ പരിശോധിച്ച് നടപടി സ്വീകരിച്ചു. ഒരു കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ കർക്കശ നിർദ്ദേശം നൽകുന്നു. ഇതിന് പ്രത്യേക പരിശോധന നടത്താറുണ്ട്. എന്നിട്ടും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ അതിനോട് കോംപ്രമൈസ് ചെയ്യുക? ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അല്ല, പാലം പണി വൈകരുത്, പക്ഷേ ഈ വിഷയത്തിൽ ആ പാലം അവിടെ ഒരു ജനങ്ങളുടെ ഒരു ദീർഘകാലത്തെ സ്വപ്നമാണ്. അത് പദ്ധതിക്കൊന്നും ഒരു കുഴപ്പം പറ്റില്ല. ഈ പാളിച്ച എന്നുള്ള പരിശോധിക്കും. പദ്ധതിക്ക് ഒരു കുഴപ്പം പറ്റില്ല. കൂളിമാട് പാലത്തിൽ ഒരേ ഉദ്യോഗസ്ഥരായിരുന്നു. കൂളിമാട് പാലം അതേ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ പാലത്തിൽ. നമുക്ക് നോക്കാം റിപ്പോർട്ട്. നമ്മുടെ ഒരു മുൻവിധിയോടുകൂടി ഞാൻ പറയുന്നില്ല. എന്തായാലും അതിനോടൊന്നും ഒരു കോംപ്രമൈസും ചെയ്യില്ല. അല്ല, NH66 വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള സ്ട്രെച്ച്, അതിൽ ബന്ധപ്പെട്ട കരാറുകാർ ശരിയായ നിലപാട് സ്വീകരിക്കാത്തത് വളരെ നേരത്തെ തന്നെ ശ്രദ്ധയപ്പെടുത്തി കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രവൃത്തി തടയാതെ അവിടുത്തെ സർവീസ് റോഡിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാനും പ്രവൃത്തിയിൽ കൂടുതൽ തൊഴിലാളികൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനും കർക്കശ നിലപാട് കേന്ദ്രമന്ത്രി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ ഇത്തരമൊരു നിലപാടാണ് എടുത്തത്. പൊതുവെ സംസ്ഥാനത്തെ NH66 പ്രവൃത്തിയിൽ സാധ്യതക്കനുസരിച്ച് ഉയരാത്തൊരു റീച്ചായി ഈ റീച്ച് മാറിയിട്ടുണ്ട്. ജനങ്ങൾക്ക് സ്വാഭാവിക രീതിയിൽ പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം ജനങ്ങൾക്കുണ്ടെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് പ്രയാസമുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പദ്ധതി തടയാതെ പക്ഷേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിലപാട് സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ന്യായമാണ്. ആ ആവശ്യത്തോടൊപ്പമാണ് സംസ്ഥാന സർക്കാർ.